സത്യാന്വേഷണം പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. എൻ്റെ ഒരു കൺസേൺ ഈ ബ്രാൻഡുകളെ ഒന്നും എതിർക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് ഒരു പാക്കറ്റ്, ഒരു 10 രൂപൻ്റെ 20 രൂപൻ്റെ പാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫുള്ള് കാലിയാക്കും. അത് ഓവർലോഡാണ്. അത്രത്തോളം ഭീഷണി ലെവലുകളൊക്കെ ഉണ്ട്. തീർച്ചയായും നമുക്ക് മുംബൈയിൽ നിന്ന് വരെ കോൾ വന്നിട്ടുണ്ട്, ത്രെട്ടനിങ് വന്നിട്ടുണ്ട്. പറയാതെ തന്നെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബ്രാൻഡുകൾ. അത് ബ്രാൻഡ് എന്ന് പറയാൻ താല്പര്യം എനിക്ക് കുഴപ്പമില്ല. ടെലികാസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് പറയാം. പറയണമെങ്കിൽ ഞാൻ പറയണം. രണ്ടാം പ്രതി ആയിരിക്കും ഞാൻ. ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെക്കാളും കൺസിഡർ ചെയ്യുന്നത് വില ആയതുകൊണ്ട്, ഇത് കമ്പനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് സേഷെ കൾച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. 20 ലക്ഷം രൂപ ഫൈൻ ഇട്ടിട്ട് അവർ വീണ്ടും മാർക്കറ്റിലിട്ട് വന്നു. 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചായ കുടിക്കേണ്ട പൈസയാണ്. പണ്ടത്തെ ഒരു ഫാസിനേറ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ടായല്ലോ, ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ബൈറ്റ്സ് നിർത്താൻ കാരണം ഇങ്ങനെയാണ് ഇത്. പക്ഷെ അന്ന് എല്ലാവരും കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം വാങ്ങിക്കുന്ന അതായിരുന്നു. നമ്മുടെ വീഡിയോയിലൂടെയാണ് ആരോ റൂട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പുറത്തു വന്നത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഒരുപാട് സത്യാന്വേഷണ വീഡിയോകളുമായിട്ട് നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന സജിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ നമസ്കാരം. എങ്ങനെ പോകുന്നു സത്യാന്വേഷണ ജീവിതങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നില്ല. അതെ, കുഴപ്പമില്ലാതെ പോകുന്നു. അതെ, ഈ സത്യാന്വേഷണം പണ്ടേ ഒരു വീക്ക്നെസ് ആണോ ചെറുപ്പത്തിൽ? അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടൊരു പേര് മാത്രമാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനൊരു 2 ക്യാരക്ടർ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടറിന് ഇട്ട പേരാണ് സത്യാന്വേഷി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ചാനലിനെക്കാളും കുറച്ചും കൂടെ എല്ലാവർക്കും പറഞ്ഞറിയുന്നത് ഈ സത്യാന്വേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതാണ് ഇപ്പോൾ കൂടുതൽ റീച്ച് ആയത്. ഇപ്പം ഞാനിപ്പോൾ ഇന്റർവ്യൂ എങ്ങനെ എടുക്കാൻ പോവാണെന്ന് ഇങ്ങനെ 2-3 പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് മനസ്സിലായി. പക്ഷെ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഇപ്പം പേരിനെക്കാളും ഈ മുഖത്ത് ഭയങ്കര ഫെമിലിയാരിറ്റി ഉണ്ടല്ലോ ആളുകൾ. അതെങ്ങനെ ശരിക്കും ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു റെക്കഗ്നൈസേഷനും പരിപാടികളൊക്കെ? അല്ല, ഈ പറയുന്ന സെയിം തന്നെയാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ചാനലിന്റെ പേര് പറഞ്ഞാൽ പോലും അറിയില്ല. ചാനലിന്റെ പേര് വൺ മാൻ ഷോ എന്നാണ്. പക്ഷെ അത് പറഞ്ഞാൽ പോലും അറിയില്ല. ചിലപ്പോൾ സത്യാന്വേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കിട്ടും. ചിലപ്പോൾ സൗണ്ട് വെച്ചിട്ട് ചിലവർ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഈ ശരിക്കും ഫസ്റ്റ് 2022 സമയത്താണല്ലോ വീഡിയോ തുടങ്ങുന്നത്. അന്നും ഈ അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ഭയങ്കര കുറവായിരുന്ന സമയമായിരുന്നു. ഈ 2 ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഷാസമൊക്കെ ആ സമയത്തും 2 ക്യാരക്ടേഴ്സ് ആയിട്ട് ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു കണ്ടന്റ് പറയാമെന്നുള്ള ഒരു തോട്ട് ഫസ്റ്റ് വന്ന എവിടുന്നായിരുന്നു? ഞാൻ മുമ്പ് ഈ പറയുന്ന എല്ലാ പാക്കറ്റ് ഫുഡിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമായിരുന്നു. പക്ഷെ അതിൽ ഈ പറയുന്ന കുറച്ച് നമ്പേഴ്സും കുറച്ച് കെമിക്കൽസ് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. കാരണം അതിനെക്കുറിച്ച് നമ്മൾ അറിവില്ല. സാധാരണക്കാരന് ഒരിക്കലും അറിയാൻ പറ്റില്ല അത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ എടുത്ത് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ എടുത്ത് സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് അതിൻ്റെ എന്തൊക്കെയാണ് ഹാംഫുൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് മനുഷ്യരിൽ എന്തൊക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ ഒരു വർഷത്തോളം ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും ഓരോ പ്രൊഡക്റ്റുകൾ എടുത്ത് അതിലെ ഓരോ ഇൻഗ്രീഡിയൻസ് എഴുതിയെടുത്ത് എന്നിട്ട് അതിന് പുറകെ പോയി. അതിന് പുറകെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. ഈ വീട്ടിലേക്ക് മേടിക്കുമ്പോഴൊക്കെ കോൺഷ്യസ് ആവും? ഇപ്പോൾ അത് കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ് ഇല്ല. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം ആദ്യത്തെ ഒരു ജോബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളെ ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. കോൺഷ്യസ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ് നമുക്ക്. ഈ ക്രിയേറ്റർ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്ക് ഭയങ്കരമായിട്ട് ആളുകൾ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കണ്ടന്റ് ആണല്ലോ ഇപ്പോൾ സജിൻ ചെയ്യുന്നതൊക്കെ. ഈ ആളുകളുടെ വാലിഡേഷൻസ് എപ്പോഴെങ്കിലും സ്വയം വാലിഡേഷൻസ് തെറ്റാണെന്നൊക്കെ വരാറുണ്ട് ഇടയ്ക്ക്, ഈ അസംഷൻസ് ഒക്കെ? അല്ല, ഉണ്ടാവും. ചിലതൊക്കെ തെറ്റാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ തെറ്റാറുണ്ട്. ചിലപ്പോൾ വീഡിയോയിലും ചില ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം തെറ്റ് വരാറുണ്ട്. മനുഷ്യനല്ലേ, അപ്പോൾ അത് വരാറുണ്ട്. പിന്നെ അത് തിരുത്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുന്ന പറയുമ്പോൾ ക്രിയേറ്റേഴ്സിന് പുതുമയുള്ള കാര്യമല്ല. പക്ഷെ പ്രോനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡുകളുടെ ഒരു അത് സൈഡ് കൂടെയാണല്ലോ കാണിക്കുന്നതൊക്കെ. അവരുടെ ഫീഡ്ബാക്കുകൾ കിട്ടാറുണ്ടോ? ബ്രാൻഡേഴ്സിന്റെ ആണോ? തീർച്ചയായും കിട്ടാറുണ്ട്. വിളിക്കാറുണ്ട്. ചിലവര് ആ പർട്ടിക്കുലർ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ
പ്രോഗ്രാം തുടങ്ങുമ്പോൾ മുതൽ എൻ്റെ ഒരു കൺസേൺ ഈ ബ്രാൻഡുകളെ ഒന്നും എതിർക്കുക എന്നുള്ളതല്ല. നമ്മളെന്നും വാങ്ങാറുള്ളതും ഉപയോഗിക്കാറുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളൊരു ഒരു ഒരു കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഉപകാരപ്പെടണം, കാണുന്നവർക്ക് ഉപകാരപ്പെടണം. ആ ഒരു തോട്ടിലാണ് ഈ ഒരു കണ്ടന്റ് വരുന്നതും ഇത് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും. ഈ ഇപ്പൊ ചില മാർക്കറ്റിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് തന്നെ ഭയങ്കര ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കിൻഡർ ജോയ് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. അതേസമയം ആപ്പി ഫീസ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഈ സ്വയം കൺഫ്യൂസ് സ്റ്റേജിൽ എത്താറുണ്ടോ ചിലപ്പോഴൊക്കെ? ഇല്ല, നമുക്കത് ഇപ്പോൾ നമുക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് മുന്നിൽ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അന്വേഷിക്കാനും അതിനെ കുറിച്ചിട്ട് അതിന്റെ കെമിക്കൽസിനെ കുറിച്ച് അന്വേഷിക്കാനും എല്ലാം നമുക്ക് സാധ്യതകൾ ഉള്ളത് കാരണം നമുക്ക് അതിന് കൺഫ്യൂഷൻ എനിക്ക് വരാറില്ല, ഇതുവരെ വരാറുമില്ല, വന്നിട്ടില്ല, ഇനി വരേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. ആപ്പി ഫീസിന്റെ വീഡിയോ വേണ്ടിയിട്ട് എന്തായിരുന്നു? കാരണം ചില അപ്ഡേറ്റുകൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത അപ്ഡേറ്റുകൾ തുറന്നു കാണിച്ച ഒരു സംഭവമായിരുന്നു ആപ്പി ഫീസിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആപ്പിളിന്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അത് വളരെ കുറവാണ്, 1 ഉള്ളൂ. ബാക്കിയൊക്കെ കാർബണേറ്റഡ് വാട്ടേഴ്സും ഷുഗറൊക്കെയാണ്. പിന്നീടാണ് ഇപ്പോൾ വന്ന അപ്ഡേഷൻ, അതായത് പുതിയ ബോട്ടിലിലെ അപ്ഡേഷനിലാണ് ഞാൻ നോക്കിയപ്പോൾ ആ കോൺസെൻട്രേഷൻ അവർ എടുത്തു കളഞ്ഞു, ഫ്ലേവർ മാത്രമാക്കി മാറ്റി, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് മാത്രമാക്കി മാറ്റി. അതുകൊണ്ടാണ് അത് രണ്ടാമതും നമ്മൾ ചെയ്തത്. ഈ പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഭയങ്കര പോപ്പുലർ ആണ്. അതെ അതെ. ശരിക്കും പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഫാനാണോ? ഇല്ലില്ല, ഫാനൊന്നുമില്ല. ഞാൻ അങ്ങനെ പാക്കറ്റ് ഫുഡ് പൊതുവെ അങ്ങനെ കഴിക്കാറില്ല, വളരെ ലിമിറ്റേഷൻസ് ആണ്. എല്ലാ പാക്കറ്റ് ഫുഡിലും അവരുടെ ഒരു സെർവിങ് സൈസ് എഴുതിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാവുന്ന ഒരു ലിമിറ്റ് എഴുതിയിട്ടുണ്ട്. അത് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഇത് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇതെല്ലാം കഴിക്കാം. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് ആണെങ്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സെർവിങ് സൈസ് എഴുതിയിട്ടുണ്ടാവും, എത്ര പേർക്ക് കഴിക്കേണ്ടതാണെന്നും അതിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് ഒരു പാക്കറ്റ്, ഒരു 10 രൂപൻ്റെ 20 രൂപൻ്റെ പാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫുള്ള് കാലിയാക്കും. അത് ഓവർലോഡാണ്, അവരുടെ ബോഡിക്ക് അത് ഓവർലോഡാണ്. അപ്പൊ സെർവിങ് സൈസ് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ പൊട്ടറ്റോ ബിസ്ക്കറ്റ് ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ബംഗാളി വേർഷൻ ആയിട്ട് അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അത് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, നല്ലോണം അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചായി. കമന്റ്സും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ഞാനത് അങ്ങനെ ഒരു ഞങ്ങൾ ഇത്ര നാളെ പറ്റിക്കപ്പെടുകയായിരുന്നു. അത് ബംഗാളിയുടെ ഒരു ആ ലാംഗ്വേജ് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. നമ്മളത് എഴുതി സ്ക്രിപ്റ്റ് എഴുതും. നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതും. 2 ക്യാരക്ടറിന് 2 സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്താണ് ഇതിൽ ബംഗ്ലാദേശ് അതിന്റെ മാനുഫാക്ചറർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഒരു ബംഗാളി ലാംഗ്വേജ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് ചെയ്ത്. ആദ്യം നമ്മളത് നോർമൽ ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ ആലോചിച്ചത് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. ഇന്ന് 2ാം പ്രാവശ്യം ഷൂട്ട് ചെയ്താണ് ഇപ്പൊ കാണുന്ന വീഡിയോ. ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ഒരു ഷൂട്ടിന്റെ ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്ത ഒരു 2 ദിവസം ആ പ്രൊഡക്റ്റിന് പിന്നാലെ ഇരിക്കും. അതിന്റെ റിസർച്ച്, അതിലെന്തൊക്കെയുണ്ട്, ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട്സ് അവൈലബിൾ ആണോ, പുറത്ത് FSSAയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ BISന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും റിപ്പോർട്ട്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മളതെടുക്കും. നമുക്ക് കുറച്ച് സോഴ്സസ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുക്കും. അതെടുത്ത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചാനലിലും വൺ മാൻ ഷോ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം, ആ ഒരു തോട്ടിലേക്ക് വരും തീർച്ചയായും. എനിക്കിപ്പോൾ ആലോചിച്ച് തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളാണെങ്കിലും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി എന്നിൽ നിന്ന്. ഒരു ദിവസം ഇത്ര വീഡിയോസ്, നമ്മൾ സാധാരണ 2 വീഡിയോസ് ആണ് ചെയ്യുന്നത് വീക്കിലി. കാരണം അതിനെ നമുക്ക് സമയം കിട്ടാറുള്ളൂ. കാരണം 2 ദിവസം ഈ പഠിക്കാനും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും കാര്യങ്ങൾ വേണം. പിന്നെ ഈ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാൻ കുറച്ച് നല്ല പണിയാണ്. അപ്പോൾ ഈ 2 ക്യാരക്ടർ ആകുമ്പോൾ കുറച്ച് നല്ല പണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 വീഡിയോ. എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ സമയപരിധിയും നമുക്കെല്ലാം ഓടിയെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത്. ഇനി ഫ്യൂച്ചറിൽ മേ ബി അത് കൂടുതൽ വീഡിയോസിലേക്ക് ചെയ്യാൻ ആരെങ്കിലും വച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും എഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ വൺ മാൻ ഷോ ആണ് നിൽക്കട്ടെ, സജിൻ എന്നൊരു പേഴ്സണൽ വ്യക്തിയുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞു പോയിരുന്നതെന്ന്? നല്ല രീതിക്ക് തന്നെയാണ്. കാരണം എൻ്റെ എക്സ്പെക്ടേഷനിലല്ല എൻ്റെ ലൈഫ് പോയത്. വന്ന സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആഗ്രഹം ശരിക്കും ഒരു സിനിമാ നടനാവണം എന്നായിരുന്നു. ഒരു 22 കൊല്ലത്തോളം ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 200ഓളം ഓഡിഷനുകൾ ഞാൻ സിനിമയുടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് വലിയ സിനിമകളടക്കം. എന്നിൻ്റെ മൊയ്തീൻ പോലുള്ള സിനിമകൾ പോലും നമ്മൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ റിജക്ഷനാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അതെൻ്റെ ആഗ്രഹമായിരുന്നു, അതിന് പുറകെ പോയി, പിന്നെ കിട്ടിയില്ല. പിന്നെയാണ് ഇങ്ങനെ ആലോചിച്ചൊരു കണ്ടന്റ് ചെയ്തേക്കാം, നമ്മൾ സാധ്യതകളുണ്ടല്ലോ, യൂട്യൂബേഴ്സ് ഉണ്ട്, അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്ത് അങ്ങനെ കയറിയതാണ്. അങ്ങനെ കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. ഇപ്പോൾ അപ്പോഴും ഈ ഫൈനാൻഷ്യൽ ആസ്പെക്ട് ഒക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഈ ഇതിൽ നിന്നൊരു ഇൻകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായിരുന്നു ഫാക്ടർ ശരിക്കും ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്? അല്ല, ഞാൻ ശരിക്കും ആക്ച്വലി ഹോട്ടൽ മാനേജ്മെന്റ് ആണ് കഴിഞ്ഞത്. ഞാൻ അതിനുശേഷം ജോലിയായിരുന്നു, സൗദി എയർലൈൻസിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം സൗദി എയർലൈൻസിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. വീട്ടിൽ കുറച്ച് അച്ഛന് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, കിഡ്നി ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു സാംസങ്ങിൻ്റെ കമ്പനിയിൽ ഞാനൊരു 3 വർഷം വർക്ക് ചെയ്തു. ഒരു കഫേയിലെ സ്റ്റോർ മാനേജറായിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു ചെയിൻ ഔട്ട്ലെറ്റിൽ ഏരിയ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഒരു 6-7 വർഷം അതിലായിരുന്നു. അതിനുശേഷമാണ് ഇതിലോട്ട് വന്നത്. ഈ സമയത്തൊക്കെയാണ് ഓഡീഷൻസും കാര്യങ്ങളും? അതെ, അറ്റൻഡ് ചെയ്തിരുന്നത് മുഴുവൻ അതിലായിരുന്നു. അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 1997 ആണ് ആദ്യമായി ഓഡിഷന് പോകുന്നത്. ഒരു ഇവന്റിന് വേണ്ടിയിട്ട് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു ഇവന്റിൽ എന്നെ അച്ഛനാണ് ആദ്യമായിട്ട് ഓഡിഷന് കൊണ്ടുവന്നത്. ആ ഓഡിഷന് സെലക്ട് ആയിട്ട് അവർ അന്ന് നമുക്ക് ഫോൺ ഒന്നുമില്ല, സൗകര്യങ്ങളില്ല. അപ്പം നമ്മൾ ഫോൺ നമ്പർ എഴുതി കൊടുത്തപ്പോൾ ബ്രാക്കറ്റിൽ PP ഇടുമല്ലോ പണ്ട്, കാരണം നമുക്ക് പോയി പറയേണ്ട ഒരു സിറ്റുവേഷൻ്റെ ഒരു ഇതിൽ ഇടും. അപ്പോൾ അത് അവർ കോൾ ചെയ്ത സമയം എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു. ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഈ ഫോണുള്ള വീട് ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ വീടായിരുന്നു. അവരന്ന് പള്ളിയിൽ പോയ സമയമാണ്. അപ്പോൾ ഇവർക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ എൻ്റെ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് ആദ്യമായ അവസരം നഷ്ടപ്പെടുന്നത്. ഇത് സ്കൂൾ ടൈമിലാണ്. പിന്നെ ഒരു വാശിയായി, എന്നാൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ട്രൈ ചെയ്യായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാം പോയി ഓഡിഷനുകൾ അറ്റൻഡ് ചെയ്തു. കുറേ എണ്ണം വിളിച്ചു. കുറേ എണ്ണമൊക്കെ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ തട്ടിപ്പൊക്കെ ആയിരുന്നു. അതിലൊന്നും പെട്ടില്ല. പിന്നെ അത് അങ്ങനെ പോയി. സ്കൂൾ ടൈമിൽ ശരിക്കും ഈ ആക്ടിങ് എന്നുള്ളത് ഉണ്ട്. ഞാൻ മോണോ ആക്ട് ചെയ്യുമായിരുന്നു. സ്കൂൾ ലെവലിൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മോണോ ആക്ട്. പിന്നെ ഫാൻസി ഡ്രസ്, നാടകം, അതൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കാവലം സാറുടെ നാടകം ചെയ്തിട്ടുണ്ട് ഞാൻ. അതൊരു നവരംഗ് എന്ന് പറയുന്നൊരു ആർട്ട് ഫോം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കാവലം സാറുടെ ഒരു ഇണങ്ങൻ എന്ന് പറയുന്നൊരു നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. സാറുടെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ കുറേ വർഷം കഴിയുമ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ റീയൂണിയനൊക്കെ ഈ ഒരു സ്റ്റേജറിൽ പോകുമ്പോഴേ അവരുടെ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്. പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ അത്രത്തോളം വാലിഡേഷൻ ഉണ്ട്. അവരൊക്കെ എങ്ങനെ പെർസ്പെക്റ്റീവ്ലി സജിന് ആസ് എ പേഴ്സൺ കാണുന്നത്? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം സജിൻ എപ്പോഴും സജിൻ തന്നെയാണ്. ഇപ്പോൾ അജിന് എന്നെ കാണുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ വരിക. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ സജിൻ തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര വലിയ ഇൻഫ്ലുവൻസർ ആയാലും ചെറിയ ഇൻഫ്ലുവൻസർ ആയാലും സജിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇത് തന്നെയുള്ളൂ ഇപ്പോഴും. ഈ അവർക്ക് പക്ഷെ സർപ്രൈസ് എലമെന്റ്സുകൾ ഉണ്ടോ? ഈ ഇങ്ങനെ ഒരു മറ്റേ ബിക്കം എ ഫേമസ് പേഴ്സൺ അല്ലെങ്കിൽ കുറച്ച് പേര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സംഭവം അവർക്കുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പിന്നെ അവരിപ്പോൾ ബർത്ത്ഡേക്ക് ആണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അവർ സ്റ്റാറ്റസ് ഇടും, എൻ്റെ ഫോട്ടോ ഇടും. അപ്പോൾ അവർക്ക് എൻക്വയറീസ് വരും ഒരുപാട്. ആരാണ് ഇത്, അറിയോ, അത് ഫ്രണ്ടാണോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്നെ വിളിച്ചു പറയും. പിന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്കും നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ചൂസ് ചെയ്യുന്നു, ഇത് ചൂസ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്. അപ്പം നല്ല ബ്രാൻഡുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ബ്രാൻഡുകളുടെ കാര്യം പറയുമ്പോഴേ ഈ പൊതുവെ 2 ടൈപ്പിൽ പറയാലോ. ഒന്ന് അവരെ നമ്മളധികം ഹേർട്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ എന്നാൽ നമുക്ക് കൊണ്ടിട്ട് കറക്റ്റായിട്ട് എത്താൻ വേണം. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇൻ കേസ് അവർക്ക് ഹേർട്ട് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്, വളരെ കൂടുതലാണ്. 99% അവരെ ഹേർട്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആണുള്ളത്. അത്രത്തോളം ഭീഷണി ലെവലുകളൊക്കെ ഉണ്ട്. തീർച്ചയായും നമുക്ക് മുംബൈയിൽ നിന്ന് വരെ കോൾ വന്നിട്ടുണ്ട്, ത്രെട്ടനിങ് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു പ്രൊഡക്റ്റിൽ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്നോ ഉള്ള വസ്തുക്കൾ ഇല്ലെന്നോ നമ്മൾ പറയുന്നില്ല. അവരെന്താണോ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തും, പിന്നെ അതുപോലെ തന്നെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ഫേക്ക് മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പരിപാടിയിൽ. ഇപ്പൊ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ, ഇപ്പൊ വേലക്കാരൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട്, ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കളേഴ്സ് ആണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ അത് അട്രാക്ട് ചെയ്യുക.
എന്നിട്ടാണ് അതിന്റെ ടേസ്റ്റിലൂടെ അത് പോവാ എന്നുള്ള ഈ പരസ്യങ്ങളും ഇതിലൊക്കെ പറയുന്നതൊക്കെ സത്യമാണോ എന്നിങ്ങനെ നോക്കി പോവാറുണ്ടോ? അത് തീർച്ചയായും ഈ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് പോവുക. കാരണം ഈ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് പല അഡ്വർടൈസ്മെന്റുകളിലും കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കാണുമ്പോൾ അവരത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കാൻ, പാരൻസിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കളർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കോസ്റ്റ്യൂം വൈറ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ടൂത്ത് പേസ്റ്റിലാവുമ്പോൾ റെഡ് ആയിരിക്കും അവരുടെ കോസ്റ്റ്യൂം. ഗ്രീൻ കളർ സോപ്പിന് അവരുടെ കോസ്റ്റ്യൂം ഗ്രീൻ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ഈ പറയുന്ന ക്ലോസപ്പിന്റെ ഒക്കെ വരുന്ന സമയത്ത് റെഡ് തന്നെ ആയിരിക്കും. അവർ റെഡ് മാറ്റി കളിക്കില്ല. അത് ആ ടൂത്ത് പേസ്റ്റിനെ ആ കളറ് നമ്മളെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഈ ചില സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഈ എന്താ നമ്മൾ അറിയാണ്ട് നമ്മൾ ക്യാൻവാസായി പോകുന്നു. ഇപ്പൊ ഫാൻസി പ്രൈസിംഗ് ആയിരിക്കാം, 149, 99, 199 അങ്ങനെ ഇത് ചെയ്യാം. ഇത്ര % ഫ്രീ എന്ന് പറയാ, ശരിക്കും അത് ഫ്രീ ആണോ? അത് ഫുഡ് പ്രോഡക്റ്റിലാണോ ചോദിക്കുന്നത്? അല്ല, ജനറലി അത് ഫ്രീ ആയിരിക്കാം. മേ ബി അത് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്ത് ഒരു ഓഫർ കൊടുക്കാം അവർക്ക്. കാരണം അത് എല്ലാവരിലേക്ക് എത്തണം എന്ന് പറഞ്ഞൊരു ഓഫർ കൊടുക്കാം. 1 buy get 1 free, അല്ലെങ്കിൽ ഇത്ര 50 to 50% ഓഫ് ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ അത് എക്സ്പയറി ഡേറ്റിന് കുറച്ച് മുമ്പ് അത് വിറ്റഴിക്കണം എന്നുള്ളൊരു ഭാഗത്തിന്റെ പുറത്തും അങ്ങനെയും കൊടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഈ ചില മാളുകളിലും ഇതിന് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ചെറിയ മാളുകളിലും ഭയങ്കര ലോ പ്രൈസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വിടാറുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു വീഡിയോ കണ്ടുള്ളൂ, നിങ്ങൾക്ക് ഇത്രയും ചെറിയ പൈസയിൽ ഇത്രയും സ്ലാഷ് മേടിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ള അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ എങ്ങനെ അത് സ്വയം മേടിച്ച് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളുണ്ടോ? ഇല്ല, അങ്ങനെ ടെസ്റ്റ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അത് കാരണം ഈ ചെറിയ സേഷ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യ വിട്ട് കഴിഞ്ഞ് കുറച്ച് ഏഷ്യൻ കൺട്രീസിൽ, ഇപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളൂ. അല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ സേഷ ഇല്ല. സേഷ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇല്ല അവർക്ക്. ബോട്ടിൽ കൾച്ചർ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയേക്കാളും കൺസിഡർ ചെയ്യുന്നത് വില ആയതുകൊണ്ട്, ഇത് കമ്പനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് സേഷ കൾച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ 200 രൂപ കൊടുത്തൊരു ബോട്ടിൽ വാങ്ങിക്കാൻ നമ്മളൊന്ന് ആലോചിക്കും. പക്ഷെ 5 രൂപന്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് കമ്പനീസിനും അറിയാവുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ഹിറ്റ് ആയിരിക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റിനും, ഈവൻ ഷാംപൂസിന് പോലും 1 രൂപന്റെയും 2 രൂപന്റെയും സേഷ വരുന്നത് ഈ സേഷ കൾച്ചർ കമ്പനീസിന് അറിയുന്നത് കൊണ്ടും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റിസർച്ച് ചെയ്തിട്ട് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്യൂരിയസ് ആയിട്ടുള്ള ഫാക്ടർ എന്താ? കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റ് ആണല്ലോ. എന്തായാലും ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ളത് ആളുകളുടെ പെർസ്പെക്റ്റീവ് ആണോ, മൈൻഡ് സെറ്റ് ആണോ? അല്ല, മൈൻഡ് സെറ്റ് ആണ് ശരിക്കും. അത് നമ്മൾ മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഈ പറയുന്ന വിലയുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് അവരും കമ്പനീസും കൺസ്യൂമേഴ്സിനെ ചീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ചെയ്യാനും നിൽക്കുന്നത്. പിന്നെ ഒരു വിധത്തിൽ നിയമവും വളരെയധികം കർശനമാക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം. ഫുഡ് സേഫ്റ്റിയുടെ നിയമമൊക്കെ വളരെ, കാരണം പണ്ട് മുതലേ ഉള്ള നിയമങ്ങളാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായും അത് കാരണം ഇപ്പോൾ പല ബ്രാൻഡുകൾക്കും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അഥവാ അത് പിടിച്ചാലും ഫൈൻ അടച്ച് രക്ഷപ്പെടാവുന്ന ഒരു പഴുതുള്ളത് കൊണ്ടാണ് ഇവിടെ എന്തും ചെയ്യാന്നുള്ളൊരു തോന്നിയവാസം നടക്കുന്നത്. അത് മറ്റുള്ള ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ, ഇപ്പോൾ നോർവേയിലൊക്കെ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും തരത്തിൽ അവിടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പനിക്കും അറിയാം. അതുകൊണ്ട് ആ രാജ്യത്ത് നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അവിടെ ഒരു തരത്തിലുള്ള ഇതും കൊടുക്കില്ല. അത് അവിടുത്തെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആണ്. കമ്പനീസിനും അറിയാം ആ രാജ്യത്ത് ഇന്നത് വേണം. ഇതെല്ലാം ഒരു കോഡക്സ് അമ്യൂണിറ്റീസിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷൻ ഇൻഫർമേഷൻസും എല്ലാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് 2015 നമ്മുടെ ഇവിടെ ഡൽഹി ഹൈക്കോർട്ട് ബാൻ ചെയ്താണ്, തിരിച്ചു വിളിച്ചു. ഒരു നൂഡിൽസ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, മാഗി എന്ന് പറയുന്ന നൂഡിൽസ് 20 ലക്ഷം രൂപ ഫൈൻ ഇട്ടിട്ട് അവർ വീണ്ടും മാർക്കറ്റിലിട്ട് വന്നു. 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചായ കുടിക്കേണ്ട പൈസയാണ്.
അവർ മില്യൺസ് ആണ് ഇവിടുന്ന് ടേൺ ഓവർ ഇന്ത്യയിൽ നിന്ന് മാത്രം എടുക്കുന്നത്. 20 ലക്ഷം രൂപ ഫൈൻ എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഭാഗമായി. അങ്ങനെ ഭാഗമായി, കാരണം അവർ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു. 2 minutes noodles. നമ്മൾ ആലോചിക്കുമ്പോൾ അവർ ഇതിൽ ഗുണമോ ഭക്ഷണമോ അല്ല അവർ മാർക്കറ്റ് ചെയ്തത്, 2 minutes അതാണ് അവർ മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരാണ് വീണത്, കാരണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുട്ടികളെ സ്കൂളിൽ നിന്ന് അതെ, രാവിലെ പോകുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. അതിലാണ് അവർ മാർക്കറ്റിംഗ് ഫുള്ളായിട്ട് പിടിച്ചത്. ശരിക്കും ബേബി പ്രൊഡക്ട്സിൽ അതുപോലെ സ്കാം നടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ശരിക്കും ബേബി പ്രൊഡക്ട്സ് എന്ന കോൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും? അത് കൊണ്ടുവന്നാണ് ഈ പറയുന്ന ഒരു കമ്പനി. ശരിക്കും പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. അവർ കൊണ്ടുവന്ന ഒരു കൾച്ചറാണിത്, ബേബി പ്രൊഡക്ട്സ്. കാരണം കണ്ടിട്ടില്ലേ? അപ്പം അവർ കൊണ്ടുവന്ന ഒരു കൾച്ചറാണിത്. അന്ന് മുതലേ ബ്രസ്റ്റ് മിൽക്കിനെതിരായിരുന്നു അവര്. കാരണം ആ മാർക്കറ്റിംഗ് ചെയ്തത് ബ്രസ്റ്റ് മിൽക്ക് മാറ്റി നിർത്തി ബേബി ഫോർമുല ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബേബി പ്രൊഡക്റ്റിന്റെ 10 എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 എണ്ണം ഒരു കമ്പനിയുടെയാണ്, ഒരൊറ്റ കമ്പനിയുടെ. പല പല പേരുകളിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. കാരണം അത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. അവർക്ക് ബീറ്റ് ചെയ്തിട്ട് ഇവിടെ വേറൊരു കമ്പനി വരാൻ പാടില്ല എന്നുള്ള ഒരു മൊണോപ്പൊളിയാണത് ഫുൾ. ഈ നമ്മൾ ഈ ആമസോണിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അല്ലെങ്കിൽ ഈ നമ്മൾ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും സാധനങ്ങൾ മേടിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. ശരിക്കും അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവിടെ എനിക്ക് തോന്നുന്നു ബൾക്ക് പർച്ചേസ് ആണ് ഇതിൽ. കാരണം ഈ ആമസോണിലൊക്കെ ഒരുപാട് ഈ സെല്ലേഴ്സിന് ഒരുപാട് സാധ്യതകളാണുള്ളത് അവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഈസി ഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് അവർ പാക്ക് ചെയ്ത് വെക്കും, ആമസോണിൻ്റെ ടീം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും, എന്നിട്ട് അവർ ഡെലിവറി ചെയ്യും. പിന്നൊന്ന് FBA എന്ന് പറയും, ഫുൾഫിൽഡ് ബൈ ആമസോൺ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗോഡൗണിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് വെക്കുക, ബാക്കി ഡെലിവറീസും എല്ലാം അവർ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലെല്ലാം മാർജിൻ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ അയക്കുമ്പോൾ നമുക്ക് മാർജിൻ ചിലപ്പോൾ കൂടുതലായിരിക്കും. അവർ അയക്കുമ്പോൾ എല്ലാം ഇൻക്ലൂഡിങ് കസ്റ്റമർ സർവീസും അവർ തന്നെയാണ് ചെയ്യുക, റിട്ടേണും അവർ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് മാർജിൻ കുറവായിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വോള്യൂം പോവും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതിൽ റേറ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരു സെല്ലർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ 10 രൂപൻ്റെ ഒരു സാധനം ഫിക്സ് ചെയ്യുന്നത്. ആമസോൺ ഒരിക്കലും ഒരു റേറ്റും ഫിക്സ് ചെയ്യുന്നില്ല. ആമസോൺ ഈസ് ജസ്റ്റ് എ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിൽ സെല്ലേഴ്സാണ് ഫുള്ള് ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. എത്ര റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര മാർജിൻ കിട്ടും. ചിലവർ മാർജിനൊന്നും വേണ്ടാതെ സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട് ആമസോണിൽ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊഡക്റ്റ് അവരുടെ അവൈലബിലിറ്റി കാണിക്കാൻ വേണ്ടി മാത്രം സെല്ല് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സെല്ലേഴ്സ് ഉണ്ട് ആമസോണിൽ. അവർക്ക് മാർജിൻ വേണ്ട, അതിന്ന് അവർക്ക് വോള്യൂം പോയാൽ മതി എന്നുള്ള കൺസെപ്റ്റിൽ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർജിൻ വേണ്ടെങ്കിൽ പ്രൈസ് അത്രയും ഡ്രോപ്പ് ചെയ്യും. അപ്പോഴാണ് ഒരു പ്രൊഡക്റ്റിന് 10 വില വരിക. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയും, ഒരു ഫോണിന് ചിലപ്പോൾ 4 വില 5 വില ഉണ്ടാവും. 10,000 ഉണ്ടാവും, 9,500 ഉണ്ടാവും. മൊബൈൽ കവറുകൾക്ക് ഉണ്ടാവും, മൊബൈൽ കവറുകൾക്ക് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഫോണുകൾക്കും ഉണ്ടാവും 200 രൂപ 300 രൂപ ഡിഫറൻറ്റ് ഉണ്ടാവും. അതൊക്കെ മാർജിനാണ്. അതൊക്കെ മാർജിനാണ്. അത് മേടിക്കുന്നത് കൺസ്യൂമർക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ബേസ്ഡ് ഓൺ സെല്ലറാണ്. ആരാണ് ഈ സാധനം കൊടുക്കുന്നത് അവരെ ഇതുപോലെ ഇരിക്കും കിട്ടുന്ന സാധനം എങ്ങനെയാണെന്നുള്ളത്. അതാണ് ചില വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, ഫോൺ ഓർഡർ ചെയ്തപ്പോൾ ചെങ്കല് വന്നു എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ സെല്ലേഴ്സിന്റെ പ്രശ്നങ്ങളാണ്, സെല്ലർ മാറിപ്പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ സെല്ലറിന്റെ ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അവരുടെ റേറ്റ് നോക്കി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ വില നോക്കി വാങ്ങിക്കരുത്, അതിന്റെ സെല്ലർ നോക്കി. സെല്ലറിന് റേറ്റിംഗ് ഉണ്ടാവും. കാരണം ഈ സെല്ലർ കറക്റ്റായിട്ട് സെല്ല് ചെയ്യുന്നതും കറക്റ്റ് റേറ്റിങ്ങിന് സെല്ല് ചെയ്യുന്നവർക്കും അവർക്കൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്ക് അവരുടെ റേറ്റിംഗിൽ ഉണ്ടാവും. ആഷോർഡാണ്. അപ്പോൾ അതിൽ പ്രൈം ഉണ്ടാവും, പ്രൈമിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും ആമസോണിൽ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റഡ് ആണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. അങ്ങനെ നോക്കിയിട്ടാണ് ശരിക്കും ഈ പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണെങ്കിലും എല്ലാം വാങ്ങിക്കേണ്ടത്. ബ്രോ എങ്ങനെ പേഴ്സണൽ ബൈങ് കൾച്ചർ എന്ന് പറയുമോ? എന്ത് വാങ്ങിക്കുന്നത്? ജനറലി സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്കുള്ള നോർമലി നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും ചെയ്യാറില്ല. കൂടുതലും ഈ പാക്കറ്റ് ഫുഡ് ഞാൻ പൊതുവെ ഒന്നും വാങ്ങിക്കാറില്ല. അത് ഇനിയിപ്പോൾ സ്പൈസസ് ആണെങ്കിലും
ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. അതെല്ലാം ഒന്നില്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ഈ പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള സ്പൈസസ് ആണ് നമ്മൾ എടുക്കുക. ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ കൂട്ടുകാരൊക്കെ സജസ്റ്റ് ചെയ്യുമോ, എങ്ങനെയാ ഫ്രണ്ട്സ് ആയിട്ടുള്ള? അല്ല, ഞാൻ ഓൾറെഡി ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് എങ്ങനെയാ, ഏതൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, അതിൻ്റെ ഫോർ എക്സാമ്പിൾ ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സർ എന്താണ്. ഞാനൊരു 9 വർഷത്തോളം ഫോണിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഏത് കമ്പനിയാണ്, ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഏത് പ്രോസസ്സറൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ഈ കണ്ടന്റിനോട് എങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷൻ വന്ന് ശരിക്കും ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കൊടുക്കാം എന്നുള്ള? അല്ല, ഞാൻ ഈ ഒരു കണ്ടന്റ് ആലോചിച്ച സമയത്ത് ഇത് കാണുന്നവർക്ക് ഉപകാരപ്പെടണം. ചുമ്മാ ഒരു ഡാൻസോ അല്ല ഞാനത് കുറ്റപ്പെടുത്തുന്നതല്ല, ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യുന്നതിനേക്കാളും കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം, അധികം ആരും ചെയ്യാത്തൊരു കണ്ടന്റ് ആയിരിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നതും. പിന്നെ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു, എന്താണ് ഇതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇതെല്ലാവരിലേക്കും എത്തിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വന്നുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ കുറേ സത്യങ്ങൾ ഞാൻ പറയട്ടെ. അതായത് ഈ മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ നമുക്കൊരു സാധനം എക്സ്ട്രാ അവർ തരണം. KFC-യിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ബ്രാൻഡുകൾ നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടി, അതായത് കവറിന് എക്സ്ട്രാ കവറിന് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബ്രാൻഡിങ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വന്നുകൊണ്ടാണ്. നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് വരാറുണ്ടോ പൊതുവെ? ഇല്ല, ഇതുപോലുള്ള ഡിസ്കഷൻസ് ഒന്നും വരാറില്ല. അവരവരുടെ കണ്ടന്റ് ചെയ്യുന്നു. ചിലപ്പോൾ കണ്ടന്റിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിക്കാറുണ്ട്. ഇന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇപ്പോൾ ബ്രാൻഡുകളുടെ ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ ബ്രാൻഡുകളുടെ എന്തെങ്കിലും റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കൊളാബൊക്കെ വരുമ്പോൾ എങ്ങനെയാ ഇത് ചെയ്യുക? കൊളാബ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ നോർമൽ ഒരു കണ്ടന്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഞാൻ വിസിറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റ് ഞാനൊരു 2 ആഴ്ച 3 ആഴ്ചത്തോളം യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആണ്, അതിൽ വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ഇല്ലയെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊളാബ് ചെയ്യുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡുകൾ വിളിച്ചിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതായത് ഞാൻ എത്ര പൈസ വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാം, ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് കമ്പനീസ്. അങ്ങനെ മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബ്രാൻഡുകൾ. അത് ബ്രാൻഡെന്ന് പറയാൻ താല്പര്യം എനിക്ക് കുഴപ്പമില്ല. ടെലികാസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് പറയാം. പറയണമെങ്കിൽ ഞാൻ പറയണോ? പൈസസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തു വിത്തിൻ ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂറിൽ ഒരു 3 ലക്ഷം പേര് കണ്ടു ആ വീഡിയോ. അവരപ്പം തന്നെ റിപ്പോർട്ട് അടിച്ച് ഞാൻ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോഴേക്കും ആ സാധനം റിമൂവ് ആയിപ്പോയി. എനിക്ക് ബ്ലോക്ക് വന്നു, എൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്തു, അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു അതുവരെ എത്തി. അപ്പോൾ മെറ്റ നമുക്ക് എക്സ്പ്ലനേഷൻ ഒരു ഭാഗം ഇരു ഭാഗങ്ങളും കേൾക്കണമല്ലോ. അപ്പോൾ മെറ്റ എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ദിവസം തന്നു, 90 ദിവസത്തെ സാവകാശം. അതിനുള്ളിൽ എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ സൈബർ ലോയർ ഉണ്ട് എനിക്ക് ഹൈക്കോർട്ടിൽ, ജിയാസ് ജമാൽ, ഞാൻ പുള്ളിയെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പുള്ളി എനിക്ക് ഓക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് മുഖാന്തരം എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല അതിൽ. കാരണം നമ്മൾ നുണയല്ല പറഞ്ഞത്, കള്ളമല്ല പറഞ്ഞത്, ശരിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇനി അഥവാ അവരെന്തെങ്കിലും പ്രോബ്ലം കേസായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ പ്രതി, 2ാം പ്രതി ആയിരിക്കും ഞാൻ. 1ാം പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റിയാണ്. കാരണം ഫുഡ് സേഫ്റ്റിയുടെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ആ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ട് മെറ്റയിലേക്ക് അയച്ചു. ഫുഡ് സേഫ്റ്റിയുടെ അംഗീകൃതമായിട്ടുള്ള റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു വിഷയം മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് വയലേഷൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതായത് അവരുടെ പേര് അവരുടെ അനുവാദമില്ലാതെ നമ്മളെടുത്ത് ഉപയോഗിച്ചു. അതുമാത്രം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ളതെല്ലാം റിട്ടേൺ വന്നു. പക്ഷേ വീഡിയോ എനിക്ക് തിരിച്ച് കിട്ടിയില്ല. അതിൽ അവരുടെ ലോഗോ അല്ലെങ്കിൽ അവരുടെ പേര് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ എടുത്തു കളഞ്ഞു, രണ്ടും എടുത്തു കളഞ്ഞു. വേറെ ഇങ്ങനെ ബ്രാൻഡുകളായിട്ട് അടിയുണ്ടാക്കിയ മൂവ്മെന്റുകൾ ഇല്ല, വേറെ അടിയുണ്ടാക്കിയ മൂവ്മെന്റ് ഇല്ല. വേറൊരു
കമ്പനിയുടെ അവർ മുംബൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അതാണ് നേരത്തെ പറഞ്ഞ ഭീഷണി. അതെ അതെ അതെ, ഭീഷണിയല്ല, അവർ പറഞ്ഞത് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഡൽഹി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു NGO ഫോം ഉണ്ട്, ടോക്സിക്ലി എന്നാണ് ആ ഒരു NGO ഫോമിൻ്റെ പേര്. അവരൊരു പ്രതിഫലം ഇച്ഛിക്കാതെ ഈ പറയുന്ന ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് അവർ. അപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ഉണ്ട് എനിക്ക് ഈ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ. അതിൻ്റെ അപ്പം ഞാൻ അവരോട് അതാണ് പറഞ്ഞത്, നമ്മുടെ റിസൾട്ട് ഉണ്ട്, നമ്മുടെ റിപ്പോർട്ട്സ് ഉണ്ട്, നമ്മുടെ രേഖാമൂലമുള്ള റിപ്പോർട്ട്സ് ഉള്ളത്. അവർക്ക് ലീഗലി പോകാൻ പറ്റില്ല. ലീഗലി പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇനി അഥവാ പോകാനാണെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ്. ഇനി ഏത് കോടതിയിലാണെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ്. എനിക്ക് സബ്മിറ്റ് ചെയ്യാനും ഒരു പേടിയില്ല. ശരിക്കും ഈ നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് ഞെട്ടിപ്പോയ പ്രൊഡക്റ്റുകളുണ്ട്. ദൈവം ഇതാണോ നമ്മൾ കഴിക്കണേ എന്നുള്ള. തീർച്ചയായും അതായത് ഇപ്പോൾ ആരോ റൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ബിസ്ക്കറ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ വീഡിയോയിലൂടെയാണ് ആരോ റൂട്ട് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പുറത്ത് വന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ അവന് ആരോ റൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് നോർമൽ ബിസ്ക്കറ്റ് കൊടുക്കേണ്ട അത് മൈദയാണ്, ആരോ റൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നൊക്കെ പറയും. ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ആരോ റൂട്ട് എന്ന് പറയുന്നത് 1% മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ മൈദയാണ്. അതായത് ഒരു ബിസ്ക്കറ്റിൽ 1% അല്ല, 100 ഗ്രാമിൽ 1%. അപ്പം 100 ഗ്രാം എന്ന് പറയുമ്പോൾ 5 ബിസ്ക്കറ്റിൽ 5 ബിസ്ക്കറ്റ് ഉണ്ടാ 5-ൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. ഒരു 8 ബിസ്ക്കറ്റിൽ 1%. 1%. പോട്ടെ, 10 ബിസ്ക്കറ്റിൽ 1%. അത്രേ ഉള്ളൂ. 100 ഗ്രാമിലാണ് 1% കേട്ടാ. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വേറെന്ത് ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഷുഗർ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഞെട്ടിപ്പോയ കാര്യമാണ്. കാരണം എൻ്റെ വലിയൊരു കൺസേൺ കുട്ടികളാണ്. കാരണം നെക്സ്റ്റ് ജനറേഷനാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസിലാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിലും ഫാസ്റ്റ് ഫുഡിലാണെങ്കിലും ഭയങ്കര അഡിക്റ്റീവാണ്. ഇതിലെല്ലാം ആഡഡ് ഷുഗർ വളരെയധികം കൂടുതലാണ്, സോഡിയം കൂടുതലാണ്, സോൾട്ട് കൂടുതലാണ്. അപ്പോൾ ഇത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റ് ആവും. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണെങ്കിലും അഡിക്റ്റ് ആവും. കാരണം അഡിക്റ്റീവ് കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്. അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഞെട്ടിപ്പോയിട്ടുള്ളത്. കാരണം കുട്ടികളാണല്ലോ ഇത് കൂടുതൽ കഴിക്കുന്നത്. ഈ ചോക്ലേറ്റ് പോലുള്ള സംഭവത്തിലൊക്കെ ഇപ്പം നമ്മൾ പ്യുവർ ചോക്ലേറ്റ് ഒരിക്കലും 1 രൂപയ്ക്ക് ആർക്കും സെല് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 5 രൂപയ്ക്ക് എന്ന് പറയാൻ കിട്ടുന്ന ചോക്ലേറ്റ്സിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നല്ല മേ ബി ടേസ്റ്റി ആയിരിക്കാം, ഹെൽത്തി ആയിരിക്കും എന്ന് വെച്ചാൽ അറിയില്ല. ആ പെർസ്പെക്റ്റീവ് ഒക്കെ നോക്കാറുണ്ടോ? ഈ മിഠായി സ്വീറ്റ്സ് അല്ലെങ്കിൽ 1 രൂപയുടെ മിഠായികൾ. അല്ല, ചോക്ലേറ്റിൽ ഈ പറയുന്ന പോലെ കൂടുതൽ കണ്ടന്റ് കൊക്കോ സോളിഡ് ആണ് ചോക്ലേറ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ കൊക്കോ സോളിഡ് വളരെ കുറവായിരിക്കും, ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇതിന് പകരം അവർ റീപ്ലേസ് ചെയ്യുന്നത് പാം ഓയിലും ഷുഗറുമാണ്. ഈ പാം ഓയിലും ഷുഗറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ഒരു ചോക്ലേറ്റ് പോലെ തന്നെ ഉണ്ടാവും. ഷുഗർ കാരമലാണ്. ഈ സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ചോക്ലേറ്റ് തന്നെയുള്ളൂ. ഈ കൊക്കോ സോളിഡിൻ്റെ ഫ്ലേവറും കൂടെ വരുന്ന സമയത്ത് അത് പ്യുവർ ചോക്ലേറ്റായി മാറി. അതിന് നമുക്ക് ഏത് രൂപത്തിലും എങ്ങനെയും വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് പല കോസ്റ്റിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 50 രൂപയ്ക്കും 500 രൂപയ്ക്കും ചോക്ലേറ്റ് കൂടെ കൊടുക്കാൻ പറ്റുന്നത് ഈ കണ്ടന്റുകൾ അതിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് കൊക്കോ സോളിഡ് മാറിയിരിക്കും. നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, അതിൽ കൊക്കോ സോളിഡ് കയ്പായിരിക്കും, കൊക്കോ സോളിഡ് കൂടുതലായിരിക്കും അതിൽ വെജിറ്റബിൾ ഫാറ്റോ വെജിറ്റബിൾ പാം ഓയിലോ ഉണ്ടാവില്ല. അതിൽ പ്യുവർ കയ്പായിരിക്കും. അത് വില കൂടുതലായിരിക്കും. നോർമൽ ചോക്ലേറ്റിനേക്കാളും വില കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ഈ ഹോട്ടൽ മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ? ഹോട്ടൽ മാനേജ്മെന്റ് ഇതുമായിട്ട് ബന്ധമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഫുഡ് പ്രിപ്പയർ ചെയ്യാം അങ്ങനെയുള്ള അത് മാത്രമല്ലാതെ പ്രോസസ്ഡ് ഫുഡുകളിൽ അത് ഒരിക്കലും വരുന്നില്ല. ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഒന്നും വരുന്നില്ല. പ്രോസസ്ഡ് ഫുഡ്സിൽ അത് ഒരു വലിയൊരു മേഖലയാണ്, വലിയൊരു മാഫിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈലി പ്രോസസ്ഡ് ഫുഡ് മാഫിയ തന്നെയാണ് അത്രയധികം. കാരണം ഒരു 20 വർഷം മുന്നേ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും എത്രയോ ഇരട്ടി പ്രോസസ്ഡ് ഫുഡ്സാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. കാരണം എല്ലാവരും അത് കാരണം എല്ലാവർക്കും എളുപ്പം കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി ആയതുകൊണ്ടാണ് എല്ലാവരും പ്രോസസ്ഡ് ഫുഡ്സിലേക്ക് മാറുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി മുമ്പ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇന്ന് നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ചപ്പാത്തി. അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിൽ ഇനിയിപ്പം മാവ് കുഴക്കണം, ചൂടണം, അയ്യോ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം എന്നുള്ളൊരു ചിന്ത പൈസ കമ്പാരിറ്റീവ്ലി കുറവാണ്. ആ ഒരു ചിന്ത നമ്മളിൽ ഉടലെടുത്തത് കൊണ്ടാണ് ഈ പാക്കറ്റ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും പാക്കറ്റ് ഫുഡുകളും ഇത്രയധികം വളരാൻ കാരണം. ഈ നമ്മൾ ചെറുപ്പത്തിൽ ഭയങ്കര ഫാസിനേറ്റ് ചെയ്തിരുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ലേസ് അല്ലെങ്കിൽ കുറുക്കുറെ,
ചീറ്റോസ് പോലെ, അത് ഒരു സമയത്ത് ഡാഡി മമ്മി എന്നൊക്കെ പറഞ്ഞ മിഠായി, ഓക്കെ ബിരിയാണി, ഇതിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചീറ്റോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചീറ്റോസ് കണ്ടിട്ടുണ്ട്, ലേസ് ചെയ്തിട്ടുണ്ട്. ലേസ് ഇപ്പോഴല്ല, കുറച്ച് ഒരു വർഷത്തോളം ആയി, അതിന് മുമ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന സോഡിയം സോൾട്ട് കണ്ടന്റ് തന്നെ കൂടുതൽ. പിന്നെ ആർട്ടിഫിഷ്യൽ ഡൈസ് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഡൈസ് ആരും സീരിയസ് ആക്കി എടുക്കാത്തൊരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ്, ഫുഡ് കളേഴ്സ്, ഈവൻ ജെംസിൽ പോലും ഫുഡ് കളേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ജെംസ് പണ്ട് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ കളേഴ്സ് അധികമായിട്ട് ജെംസിലാണുള്ളത്. പല കളേഴ്സ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് ശരിക്കും ഹൈപ്പർ ആക്ടിവിറ്റി, ഈ പറയുന്ന കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിറ്റി, ഒബീസിറ്റി ഒക്കെ കൂടുതൽ വരാൻ കാരണം ഈ പ്രോസസ്ഡ് ഫുഡ്സ് തന്നെയാണ്, ആർട്ടിഫിഷ്യൽ കളേഴ്സാണ്. ഇവിടെ ഉപയോഗിക്കുന്ന പല കളേഴ്സും പല രാജ്യങ്ങളും ബാൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ജെംസിൻ്റെ വീഡിയോയിലാണെങ്കിലും പല ഈ അതുപോലെ ഇപ്പൊ പുറത്തുനിന്ന് വന്ന സെവനപ്പും ഇവിടെ നിന്ന് വന്ന സെവനപ്പിലും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. സെവനപ്പ് മാത്രമല്ല, പല പാക്കറ്റ് ഫുഡുകളും ഈവൻ ചോക്ലേറ്റ് അടക്കം അവിടുത്തെ ഇവിടത്തെയും വ്യത്യാസമുണ്ട്. അത് അവിടുത്തെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഇതാണോ, അതോ അവിടെ റെഗുലേഷൻസ്? കോസ്റ്റ് ആണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഇന്ത്യൻ പ്രൊഡക്ഷനിൽ കോസ്റ്റ്, കാരണം നമ്മൾ ഈ പറയുന്ന പോലെ കോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് കോസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. പക്ഷെ അവിടെ അവർ അങ്ങനെയല്ല, കോസ്റ്റ് നോക്കാറില്ല പുറത്ത്. അവർ ആ ക്വാളിറ്റിയാണ് നോക്കുക. മാത്രമല്ല അവിടെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഈവൻ കിറ്റ്കാറ്റ് പോലും നിങ്ങൾ പുറത്തുനിന്നും ഇവിടുത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും രണ്ടും. ഈ പണ്ടത്തെ ഒരു ഫാസിനേറ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ടായല്ലോ, ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. ഈ ബൈറ്റ്സിനൊക്കെ പിന്നെ എന്താ സംഭവിച്ചതൊക്കെ അറിയില്ല. അതായത് ഈ ബൈറ്റ്സ് ഇത് കാഡ്ബറിയുടെ ആയിരുന്നു, കാഡ്ബറിയുടെ ആയിരുന്നു. അതിനുശേഷം ഈ ബൈറ്റ്സ് ഒക്കെ ഇറങ്ങി കുറച്ചതിന് ശേഷം ആ കമ്പനി വേറൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. ടേക്ക് ഓവർ ചെയ്തപ്പോൾ ഈ ബൈറ്റ്സിന്റെ ടേൺ ഓവർ, ഇപ്പോൾ ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്തൊക്കെ ഉണ്ടോ അതിൽ എന്തൊക്കെ മൂവിങ് ഉണ്ട് അതിന്റെ ടേൺ ഓവർ ലിസ്റ്റ് ഒക്കെ എടുക്കും. അങ്ങനെ ബൈറ്റ്സിൽ അവർക്കത് നഷ്ടമായിട്ട് തോന്നിയത് കൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്തതാണ്, പുതിയ മാനേജ്മെന്റ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ് ബൈറ്റ്സ്. അതെ, അവർ അതിന്റെ ടേൺ ഓവർ എടുത്തു. പക്ഷെ അന്ന് എല്ലാവരും കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം വാങ്ങിക്കുന്ന അതായിരുന്നു. രണ്ട് ഫ്ലേവർ ഉണ്ടായിരുന്നു, ഒന്ന് ഡാർക്കും ഒന്ന് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഫ്ലേവർ. പക്ഷെ പിന്നെ ബൈറ്റ്സിനെ അനുകരിച്ച് കുറെ സംഭവം വന്നു. പക്ഷെ ഒന്നും വർക്കൗട്ട്. അതെ, ബൈറ്റ്സ് നിർത്താൻ കാരണം ഇങ്ങനെയാണ്. ഇത് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ളൊരു പുതിയ മാനേജ്മെന്റ് തീരുമാനം പുറത്ത് നിർത്തിയതാണ്. ഇങ്ങനെ ഡിസ്കവർ ചെയ്ത സീക്രട്ടുകളുണ്ടോ ഈ ബ്രാൻഡുകൾ ഫോളോ ചെയ്യുന്ന? ബ്രാൻഡുകൾ ഫോളോ ഇങ്ങനത്തെ ചില സീക്രട്ടുകൾ ഉണ്ടല്ലോ, ബൈറ്റ്സ് ഒക്കെ എന്തുകൊണ്ട് നിർത്തിയെന്നുള്ള ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള. അതെ, അത് ഒരു റീൽ ആരോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച്. ഞാൻ ആരാണെന്ന് ഓർക്കുന്നില്ല, ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലൊക്കെ എങ്ങനെയാ റെസ്പോൺസ് റീലൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ? വീട്ടിൽ നല്ല റെസ്പോൺസാണ്. ഈ പറയുന്ന ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴുള്ളൊരു ഇതുണ്ട്. ഇപ്പം നമ്മൾ കൂടെ പോകുമ്പോൾ വാങ്ങിക്കുമ്പോൾ സമയമെടുക്കും. നോർമൽ നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയമെടുക്കും. ആ ഒരു പ്രശ്നം മാത്രമേ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇന്ന പോലെ അവരുടെ ബന്ധുക്കൾ എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ കിട്ടാറുണ്ടോ? പിന്നെ ഫാമിലീസിന്റെ നല്ല റെസ്പോൺസാണ് കിട്ടാറ്. ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ എന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ എന്താണ് ശരിക്കും? പ്രൊഫഷൻ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് ആണ്. പിന്നെ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ആമസോണിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് ഇനി ഭാവി പരിപാടികൾ? ഭാവി പരിപാടി നമുക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. ഈ ഒരു കാരണം ഞാനിത് പ്രതീക്ഷിച്ചതല്ല, ഇത് ഇത്രയധികം റീച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1000 പേരെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അതിപ്പോൾ ഒരുപാട് ലക്ഷങ്ങളായി, മില്യൺസ് ആയി മാറി. പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ അത് സ്റ്റാറ്റസ് സ്റ്റോറി വെക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് റീച്ച് അങ്ങോട്ട് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല റെസ്പോൺസ് തന്ന ആരാ സെലിബ്രിറ്റീസിൽ തന്നെ? സെലിബ്രിറ്റീസിൽ സാന്ദ്ര തോമസ് അവർ സ്റ്റോറി വെച്ചിട്ടുണ്ട് എൻ്റെ. പിന്നെ ഡിജോ ജോസ് ഫോളോവറാണ്, അമിത് ചക്കലക്കൽ ഫോളോവറാണ്, കുറേ പേരുണ്ട് ലിസ്റ്റിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സീക്രട്ടുകൾ ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് സീക്രട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി സത്യമായി അന്വേഷിച്ച് തരാൻ വേണ്ടി ആശംസിക്കുകയാണ്. അപ്പോൾ വലിയൊരു ജേർണിയുടെ മിഡ് വേയില നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഇനിയും ആ ജേർണി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു.